തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം അതിവേഗം ശക്തി പ്രാപിക്കുകയാണ്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇപ്പോൾ മോൺത ചുഴലിക്കാറ്റിനെ തുടർന്ന് ആന്ധ്രാപ്രദേശിലാണ് അതീവ ജാഗ്രത നൽകിയിരിക്കുന്നത്. വരുന്ന 3 ദിവസം കേരളത്തിൽ ശക്തമായ കാറ്റോടുകൂടി കനത്ത മഴ പെയ്യുമെന്നാണ് പ്രവചനം. ശക്തമായ ചുഴലിക്കാറ്റ് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൽ സർക്കാർ എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിയിരിക്കുകയാണ്. മോന്ത ചുഴലിക്കാറ്റിനൊപ്പം ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ നിരവധി ജില്ലാ ഭരണകൂടങ്ങൾ അടുത്ത 3 ദിവസത്തേക്ക് സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ചുഴലിക്കാറ്റിനെ നേരിടാൻ സർക്കാർ സജ്ജമാണെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ചുഴലിക്കാറ്റ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ ബാധിക്കാനാണ് സാധ്യത. ചുഴലിക്കാറ്റ് ഒരു തീവ്ര ചുഴലിക്കാറ്റായി മാറുമെന്നും ഒക്ടോബർ 28 വൈകുന്നേരമോ രാത്രിയോ ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയ്ക്ക് സമീപം തീരം തൊടുമെന്നുമാണ് ഇന്ത്യൻ മെറ്റോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകുന്നത്. നേരത്തെ ചുഴലിക്കാറ്റിന്റെയും അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഒറ്റപ്പെട്ട തീവ്ര മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾക്ക് പുറമെ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും ഒറ്റപ്പെട്ട തീവ്ര മഴയാണ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി നിലവിലെ 3 ജില്ലകളിൽ നിന്ന് 5 ജില്ലകളിലേക്ക് ഓറഞ്ച് അലർട്ട് നീട്ടിയിരിക്കുകയാണ്. മോൺത ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം കേരള തീരത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 74 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളടക്കം ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് അടക്കം പ്രഖ്യാപിക്കുന്നു. കനത്ത മഴയും ശക്തമായ കാറ്റും തീരപ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ് പ്രവചിക്കുന്നത്. തമിഴ്നാട്ടിലെ ചില ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഒഡീഷയിൽ ഒക്ടോബർ 28, 29 തീയതികളിൽ കനത്ത മഴയുണ്ടാകും. ഗഞ്ചം, ഗജപതി, റായ്ഗഡ, കോരാപൂട്ട് എന്നീ ജില്ലകളെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 60 മുതൽ 70 കിലോമീറ്റർ വരെയും ചിലയിടങ്ങളിൽ 80 കിലോമീറ്റർ വരെയും ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം അതിതീവ്ര ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് രൂപപ്പെട്ട മോന്ത ചുഴലിക്കാറ്റ് നാളെ തീരം തൊടുമെന്നാണ് അറിയുന്നത്. തീവ്ര ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചതിന് പിന്നാലെ ആന്ധ്രാപ്രദേശ് തീരത്തേക്കായിരിക്കും മോന്ത കരയിൽ പ്രവേശിക്കുക. മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒഡീഷയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒഡീഷയിലെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പാണുള്ളത്.